അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനായി പഠിപ്പിച്ച നമ്മളിൽ അധിക ആൾക്കാരും സംസ്കാരത്തിൻ്റെയും കൾച്ചറിൻ്റെയും ഒക്കെ ഭാഗമായി അവഗണിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് ആണ് ഇന്ന് സംസാരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ തക്വീറിൽ പറഞ്ഞ വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതത്തെക്കുറിച്ച്, പുലർച്ചയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ദിവസവും ഉറക്കിലേക്ക്, മയക്കത്തിലേക്ക് പോകുന്ന മനുഷ്യർ നമ്മെക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു അത്ഭുതമാണ്. മനസ്സറിഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന ഓരോ പ്രഭാതത്തിലും ഒരു വിശ്വാസി നിർവഹിച്ചാൽ അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ അത് തന്നെ ധാരാളമാണ്. നാം ഓരോ ദിവസവും ഉറക്കിൽ നിന്നുണർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ജീവിതശൈലിയുടെ ഭാഗമായി, ജീവിതത്തിന്റെ റുട്ടീനിന്റെ ഭാഗമായി നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, പടച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. അല്ലദീ അഹ്യാനാ, എങ്ങനെയുള്ളവൻ? എനിക്ക് ജീവിതം തന്നവൻ, ജീവൻ തിരിച്ചു നൽകിയവൻ. ബഅദമാ അമാതനാ, എന്നെ മരിപ്പിച്ചതിന് ശേഷം. വഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ഒരു മരണമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. ഇന്നലെ രാത്രി ഉറക്കത്തിൽ എന്തൊക്കെ സംഭവിച്ചു നമ്മൾക്കറിയില്ല. അതൊരു മരണമാണ്. കണക്ക് പറയുന്നത് ഓരോ ദിവസവും 25,000 മുതൽ 45,000 വരെ ആളുകൾ ആ ഉറക്കത്തിൽ മരണപ്പെടുന്നുണ്ട് എന്നാണ്. ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു ദിവസം ഉറങ്ങി നമ്മളെപ്പോലെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഉറക്കിലേക്ക് പോയ മനുഷ്യർ 25,000 മുതൽ 45,000 വരെ ആളുകൾ ആ ഉറക്കിൽ നിന്ന് ഉണരുന്നില്ല. അവരെന്നേക്കുമായി ശാശ്വതമായ ബർസഖിലേക്ക് അവർ പോകുന്നുണ്ട്. അവിടെ എനിക്കൊരു ദിവസം റബ്ബ് തിരിച്ച് ജീവിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവേ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ, നിക്ക് ജീവൻ നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ 90 ലക്ഷം മുതൽ 1.5 കോടി വരെ മനുഷ്യർ, 1.5 കോടി വരെ മനുഷ്യർ ഉറക്കത്തിൽ മരണപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഉണരാനും ഇന്ന് നമ്മൾക്ക് ഇവിടെ എത്തിച്ചേരാനും സാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കണം ഓരോ ദിവസവും. ആ പ്രഭാതത്തെ കുറിച്ച് നമ്മുടെ ഇന്നത്തെ കൾച്ചറുകൾ, ലേറ്റ് നൈറ്റ് സംസ്കാരങ്ങൾ തുടങ്ങി പ്രഭാതത്തിൽ മടി പിടിച്ച് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന അലസമായി തീർക്കുന്നതാണ് മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളെയും അവസ്ഥ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഫജ്റിന് ഉണരാതെ കിടക്കുന്ന ആളുകൾ ഇന്ന് പലപ്പോഴും വേൾഡ് കപ്പുകളുടെ പേരുകളിലായി രാത്രി മുഴുവൻ അങ്ങാടികളിൽ അലഞ്ഞു തിരിഞ്ഞ് കളികൾക്കായി നേരം പുലരുവോളം ഉറക്കം ഒഴിച്ച് കാത്തിരുന്ന് ഫജ്റിന്റെ നേരത്ത് കിടന്നുറങ്ങുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. ഇന്ന് ജുമുഅക്ക് പള്ളിയിൽ ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട് എങ്കിൽ നമ്മുടെയൊക്കെ നാടുകളിലെ ഫജ്റിന് പള്ളികളിൽ ആളുകൾ എവിടെ പോയി ആളുകൾ? എല്ലാ പള്ളികളിലും ജുമുഅക്ക് നിറഞ്ഞ സദസ്സുകളാണ്. 100 കണക്കിന് 1000 കണക്കിന് ആളുകളാണ് ഓരോ പള്ളികളിലും. എന്നാൽ നമ്മൾക്ക് നമ്മുടെ നാടുകളിലെ ഫജ്ർ നേരത്തെ പള്ളിയുടെ അവസ്ഥ, ഒരു സൊഫ് ഇമാമിനൊപ്പം ഒരാള്, 2 ആള്, അല്ലെങ്കിൽ ഒരു സൊഫ് 2 സൊഫിനപ്പുറം. ബാക്കി ആളുകൾ എവിടെയാണ് സഹോദരങ്ങളെ നമ്മളെന്ന് നാം ആലോചിക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദാലിക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നി, ഫജ്റിന് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വരാത്ത മനുഷ്യന്റെ ചെവിയിലേക്ക് ശൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു തരികയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
ഏറ്റവും ഉത്തമമായ സമയം, ഏറ്റവും ബറക്കത്തുള്ള സമയം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിന, അല്ലാഹുവേ ഈ ഉമ്മത്തിന്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾക്ക് ഏത് നല്ല കാര്യങ്ങളും ചെയ്യാൻ പഠിക്കാൻ ഏറ്റവും നല്ല സമയം പ്രഭാതത്തിന്റെ ഫജ്റിന് ശേഷമുള്ള സമയമാണ് എങ്കിൽ കച്ചവടങ്ങൾക്ക് ഏറ്റവും നല്ല സമയം, ബറക്കത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച റസൂലിന്റെ പ്രാർത്ഥന കിട്ടുന്ന സമയമാണ് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അതിന്റെ പ്രഭാതത്തിൽ റബ്ബേ എൻ്റെ ഉമ്മത്തിന് ബറക്കത്ത് കൊടുക്കണേ എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സുഹ്ർ ഇബ്നു വദാഅത്തുൽ ഗാമിദി റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂലിന്റെ പ്രാർത്ഥന കേട്ടത് മുതൽ കച്ചവടക്കാരനാണ്, തായിഫുകാരനാണ്. അതുമുതൽ അദ്ദേഹത്തിന്റെ യാത്രാ സംഘങ്ങളെ, കച്ചവട സംഘങ്ങളെ പ്രഭാതം കഴിഞ്ഞാലുടൻ ഫജ്ർ നമസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം കച്ചവടത്തിന് ആ സംഘങ്ങളെ അയക്കും. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ വലിയ വർധനവും ബറക്കത്തും അതിനുശേഷം ഉണ്ടായി എന്ന് താരീഖുകളിൽ ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ശാസ്ത്രവും പറയുന്നത് അതേ കാര്യമാണ്. രാവിലെ പ്രഭാതത്തിലാണ് ഒരു മനുഷ്യ ശരീരത്തിൽ അവരേറ്റവും ഉന്മേഷവും ശ്രദ്ധയും ഉണ്ടാവുന്ന സമയം. വിദ്യാർത്ഥികളുണ്ട്, കച്ചവടക്കാരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മളവസ്ഥ എന്താ? ഫജ്റിന് വരുന്നവർ പോലും ഫജ്ർ കഴിഞ്ഞാൽ നേരെ പോയി കിടന്നുറങ്ങുന്ന സമയമാണ്. കറാഹത്താക്കപ്പെട്ട സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയമാണ് ഫജ്റിന് ശേഷമുള്ള അല്ലെങ്കിൽ രാവിലെയുള്ള പ്രഭാതത്തിലുള്ള സമയം എന്നുള്ളത്. ഫജ്ർ നമസ്കാരം പ്രിയപ്പെട്ടവരെ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അല്ലഹുദല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹാ ഫഖദ് കഫർ, നാമും അവരും തമ്മിലുള്ള കരാർ എന്നുള്ളത് അത് നമസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ, ആരെങ്കിലും ആ നമസ്കാരം ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവൻ കുഫ്റിലാണ് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എത്ര നിസ്സാരമായാണ്. ഉമ്മമാർ രാത്രി കുറെ നേരം പഠിച്ച മക്കളല്ലേ, ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവരെ പുതപ്പിട്ട് മൂടി ഉറക്കുന്നുണ്ട് എങ്കിൽ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വാപ്പമാർ വരുമ്പോഴും എവിടെയാണ് നമ്മുടെ മക്കൾ? സ്വർഗത്തിലേക്ക് നമ്മൾക്ക് ഒറ്റയ്ക്ക് പോയാൽ മതിയോ? നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എങ്കിൽ ഇത്ര നിസ്സാരമായിട്ടാണ് നാം കളയുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിത്തരാൻ, വഅഖിമിസ് സ്വലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, സാക്ഷികളാവും. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 78ാമത്തെ വചനം കാന മശ്ഹൂദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, പ്രഭാതത്തിന്റെ ഫജ്റിന്റെ നേരത്തും അസ്റിന്റെ നേരത്തും രാത്രി വന്ന മലക്കുകളും പകലിലുള്ള നമ്മോടൊപ്പം ഉണ്ടാവുന്ന മലക്കുകളും ഒരുമിക്കുന്ന നേരമാണ് ഫജ്റിന്റെയും അസ്റിന്റെയും നേരം. നമ്മളിൽ അടുക്കൽ നിന്ന് അള്ളാഹുവിലേക്ക് പ്രഭാതം കഴിഞ്ഞാൽ മലക്കുകൾ പോവും. അള്ളാഹു അവരോട് ചോദിക്കും, എവിടെ നിന്നാ, എന്താണ് എൻ്റെ അടിമകളുടെ വിശേഷം, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മലക്കുകൾ പറയും, അല്ലാഹുവേ തറക്തുഹും, അവരെ ഞങ്ങൾ ഉപേക്ഷിച്ചത് യുസല്ലൂൻ, അവർ നമസ്കാരത്തിലായിക്കൊണ്ടാണ്. നമ്മളെ കുറിച്ച് അത് പറയോ? രാവിലെയും വൈകുന്നേരവും അസ്റിനും ഫജ്റിനും മലക്കുകൾ സംഗമിക്കുന്ന സമയമാണ്. ആ മലക്കുകൾ തിരിച്ചു പോയി അള്ളാഹുവിനോട് പറയും, അല്ലാഹുവേ നിന്റെ അടിമ നമസ്കാരത്തിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സമയമാണ്, ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ നിസ്സാരമായി കളയേണ്ട കാര്യമല്ല, ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും അവർ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ ദിമ്മത്തിലായിരിക്കും, കാവലിലായിരിക്കും ഫജ്ർ നമസ്കരിക്കുന്ന ആൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, റക്അത്ത് അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ,
ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അതിന്റെ പ്രതിഫലം എന്നുള്ളത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, നിങ്ങൾക്ക് ദുനിയാവിൽ സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ, ദുനിയാവിലെ സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സമ്പത്തും എല്ലാം ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറായത്, ഉത്തമമായത് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരമാണ് എങ്കിൽ എത്ര പേർ നമസ്കരിച്ചിട്ടുണ്ട്? എത്ര സമയം വേണം സഹോദരങ്ങളെ? എത്ര സമയം വേണം ഇതിനൊക്കെ? ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം ലോകത്ത് സർവ്വലോകത്ത് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കാളും മികച്ചതാണ് ആ 2 റക്അത്ത് എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അതിനുശേഷം ഫജ്റിന് ശേഷമുള്ള സമയം ദിക്റുകളുടെ സമയം, അദ്കാറുകളുടെ സമയം. അദ്കാറു സുബാഹും മസാഉം അത്രത്തോളം ഗൗരവപ്പെട്ട, അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. നമുക്ക് ഇന്ന് എളുപ്പത്തിൽ ആപ്പുകളിലായി, ചെറിയ പുസ്തകങ്ങളായി നമ്മളൊക്കെ കൈകളിലുണ്ട്. നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. രാവിലെയും വൈകുന്നേരവും പടച്ച റബ്ബിനെ തസ്ബീഹ് ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, അദ്കാറു സുബാഹി والمساء بمنزلة الدرع كلما زاد سمكه لم يتأثر صاحبه. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ എന്നുള്ളത് അവന് ഒരു പരിചയം പോലെയാണ്. അതിന്റെ കനം കൂടുന്തോറും അതിന്റെ സ്വാഹിബിനെ ലം യതഅസ്സർ സ്വാഹിബുഹു, അതിന്റെ ആളെ അത് സംരക്ഷിക്കുമെന്നുള്ള. പ്രഭാതത്തിലും വൈകുന്നേരമുള്ള അദ്കാർ എന്നുള്ളത് നമ്മൾക്കുള്ള സംരക്ഷണമാണ്. എത്ര എളുപ്പത്തിലാണ്! ഒരു 10 മിനിറ്റ് ഫജ്ർ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഒന്ന് പള്ളിയിൽ ഇരുന്നാൽ നമ്മൾക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നതാണ് അദ്കാറുകൾ. ആയത്തുൽ കുർസി അറിയാത്ത ആൾക്കാരില്ല, അവസാനത്തെ 3 സൂറത്തുകൾ അറിയാത്ത ആൾക്കാരില്ല. അത് കഴിഞ്ഞ് ഒരു അല്പം അദ്കാറുകൾ, ഒരു 10 മിനിറ്റ് തികച്ചു വേണ്ട അദ്കാറുകൾക്ക്. പക്ഷേ എത്ര പേരത് പ്രാവർത്തികാക്കുന്നുണ്ട്? നമ്മൾക്ക് നേരം പുലർന്ന് നടക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, എക്സസൈസുകളുണ്ട്, ഒക്കെ ആവാം. പക്ഷേ ആ നടത്തത്തിനിടയിൽ, നമ്മുടെ ഏത് കർമ്മത്തിനിടയിലും നമ്മൾക്ക് പൂർത്തിയാക്കാൻ പറ്റിയതാണ് ഈ അദ്കാറുകൾ. അതിനെ നാം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ പകലിന്റെ തുടക്കം എന്നുള്ളത് നന്മയിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും, യബ്ന ആദം അന ഖൽഖുൻ ജദീദ് വഅലാ അമലിക ഷഹീദ് ഫതസവ്വദ് മിന്നി. അദ്ദേഹം പറയാണ്, അന ഖൽഖുൻ ജദീദ്, ഓരോ പ്രഭാതവും പറയും ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. ഫതസവ്വദ് മിന്നി, അതുകൊണ്ട് എന്നെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് അത് പറയുമെന്നാണ്. ഓരോ പ്രഭാതത്തിലും ഒരു പുതുജീവനാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അല്ലാഹു ആ ഉറക്കത്തിൽ എന്നെ മരിപ്പിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന, പുനർജീവൻ തന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഒരു പുനർജീവൻ എനിക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ പ്രഭാതത്തിൽ പടച്ച റബ്ബിന് വേണ്ടി നമസ്കരിച്ച് നന്മയിലാക്കണം ഈ ദിവസമെന്ന്, എൻ്റെ പരലോകത്തേക്കുള്ള സാധുകൾ വർദ്ധിപ്പിക്കാൻ, ഉപയോഗപ്പെടുത്തണം ഈ ദിവസമെന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കഴിയണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വെച്ച് ചോദിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നിങ്ങളിൽ എത്ര പേർ നോൻപുകാരായിട്ടുണ്ട്? ഖാല അബൂബക്കർ അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് റസൂലേ. ഫമൻ അത്വഅ യൗമ മിസ്കീന, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവരാരുണ്ട്? ഖാല അബൂബക്കർ അന, ഞാനുണ്ട് റസൂലേ. ഫമൻ ഷഹിദ മിൻകുമുൽ യൗമ ജനാസ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഒരു മരണാനന്തര പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ആളുകളുണ്ട്, ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന, അദ്ദേഹം പറയാണ് ഞാനുണ്ട് റസൂലേ. ഫമൻ ആദാ മിൻകുമുൽ യൗമ മരീള, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു രോഗ സന്ദർശനം നടത്തിയ ആൾക്കാരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ് അന, ഞാനുണ്ട് റസൂലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ പ്രഭാതവും ഓരോ ദിവസവും അള്ളാഹു നമ്മൾക്ക് നൽകിയ പുതുജീവന, പുതിയ അവസരമാണ് കൂടുതൽ നന്നാവാൻ, തിന്മകൾ ഉപേക്ഷിക്കാൻ,
നന്മകളിലേക്ക് മുന്നിട്ടിറങ്ങാനുള്ള അവസരങ്ങളായി ഓരോ ദിവസങ്ങളെയും കണ്ട് പരമാവധി ദിവസങ്ങളെ, സമയങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത്തരത്തിൽ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് ഓരോ രാത്രികളും പകലുകളും എന്നുള്ളത്. അള്ളാഹു രാത്രിയെക്കുറിച്ച് പറയുന്നത് വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ. ഓരോ രാത്രിയും നമ്മൾക്ക് വസ്ത്രമാണ്. ഒരു വസ്ത്രം എപ്രകാരമാണോ നമ്മെ സംരക്ഷിക്കുന്നത്, മൂടുന്നത്, വിശ്രമിക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ആയത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീ. അവനാണ് നിങ്ങൾക്ക് രാത്രിയെ സംവിധാനിച്ചത്. എന്തിന്? ലിതസ്കുനൂ ഫീ. അതിൽ നിങ്ങൾ നിദ്രയടയാൻ, ശാന്തി ലഭിക്കാൻ, നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി സക്കീനത്തടയാൻ വേണ്ടിയിട്ടാണ് ഓരോ രാത്രികളും ഉള്ളത് എന്നുള്ളതാണ്. നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചർ, നമ്മുടെ ഗവൺമെൻറ്റുകളായാലും നമ്മുടെ സംവിധാനങ്ങളായാലും ലേറ്റ് നൈറ്റ് കൾച്ചറുകളെ രാത്രി മുഴുവൻ പകലുകളാക്കി കടകൾ മുഴുവൻ തുറന്ന് പ്രവർത്തിച്ച് ലേറ്റ് നൈറ്റ് കൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിലും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എടുത്താൽ, ഒരു 10 വർഷമോ 15 വർഷങ്ങൾക്ക് മുമ്പ് എടുത്താൽ കാണാത്ത രീതിയിൽ രാത്രികൾ മുഴുവൻ സജീവമാകുന്ന കാഴ്ച. അതിൻ്റെ അനന്തരഫലം എന്നോണം നൈറ്റ് ക്ലബ്ബുകളും DJ പാർട്ടികളും ലഹരി മാഫിയകളും അതേപോലെ തന്നെ മ്യൂസിക് ഇവന്റുകളും അതിനൊക്കെ ചെറുപ്പക്കാരികളുമായിട്ടുള്ള ആയിരങ്ങൾ ഒരുമിച്ച് കൂടുകയും ലഹരികളുടെ ഉപയോഗം സുലഭമായി കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന സംസ്കാരം എന്നുള്ളത് യക്റഹുൻ നൗമ ഖബ്ല അൽ ഇശാ. റസൂൽ ഇശാ നമസ്കാരത്തിന് മുമ്പുള്ള ഉറക്കത്തെ വെറുത്തു. വൽ ഹദീസു ബഅദഹാ. ഇശായിന് ശേഷം സംസാരിക്കുന്നതും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു എന്ന് ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന കൾച്ചർ, സംസ്കാരം എന്നുള്ളത്. രാത്രി നേരത്തെ ഉറങ്ങുന്ന ആൾക്കാരെ നമ്മൾ പലപ്പോഴും കളിയാക്കുക ചെയ്യുക. ഒരു രാത്രി പെട്ടെന്ന് പോയി കിടന്നുറങ്ങാണ്, വീട്ടിൽ പോവാണ്, ഒരു കുറവായിട്ട് ആൾക്കാർ പറയുന്ന കാര്യമാണ്. പക്ഷെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൾച്ചർ, സംസ്കാരം അവർ വീടുകളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്, കുടുംബത്തോടൊപ്പം ചെലവഴിക്കുക എന്നുള്ളതാണ്. രാത്രി അള്ളാഹുവിനെ സ്തുതിക്കുകയും രാത്രിയിൽ ഉണർന്നുകൊണ്ട് പടച്ച റബ്ബിനെ സ്മരിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന കൾച്ചർ, സംസ്കാരം എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാത്ത ആളുകളായി, ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുന്ന ആളുകളായി പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. എന്തെങ്കിലും യാത്രകളൊക്കെ കഴിഞ്ഞ് വൈകി രാത്രി വന്ന ചെറുപ്പക്കാരൊക്കെ മുഴുവൻ, പ്രത്യേകിച്ച് ഈ സമയത്ത് വേൾഡ് കപ്പുകളുടെ സമയമായി രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ഉറക്കിൽ നിന്ന് ഉണർന്ന് കുടുംബസമേതം ഇരുന്ന് കളികളൊക്കെ കണ്ട് പലപ്പോഴും ഫജ്ർ നമസ്കാരത്തിന് എത്തിയിരുന്ന ആളുകൾ പോലും ഫജ്റിൽ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു സംശയലേശം തന്നെ പറയട്ടെ, നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇത്തരത്തിലുള്ള കളികളും കളിഭ്രാന്തുകളും ഉണ്ടെങ്കിൽ അത് ഹറാമാണ്. ഒരു സംശയമില്ലാതെ പറയാം, നമ്മുടെ നമസ്കാരത്തെ ബാധിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ഇബാദത്തിനെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു സംശയം കൂടാതെ നമ്മൾക്ക് പറയാം, അത്തരത്തിലുള്ള വിനോദങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നിഷിദ്ധമാണ് എന്നുള്ളതാണ്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും നമ്മുടെ നാട്ടിലൊക്കെ ചെലവഴിക്കുന്നത്? അത്തരത്തിൽ ഫ്ലെക്സുകൾ കെട്ടാൻ, പലപ്പോഴും ഗ്രൂപ്പുകളായി, സംഘങ്ങളായി ഗ്രൂപ്പുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറികൾ പറയാൻ, പല ആളുകളുടെയും പേരിൽ നമ്മെ കണ്ടാൽ തിരിച്ചറിയാത്ത ആളുകൾ, നമ്മെ ഓർക്കാത്ത ആളുകൾ, ഉമ്മത്തിന്റെ നാശത്തിനായി സഹായിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവഴിക്കുകയാണ്. അവർക്ക് വേണ്ടി ഫ്ലെക്സുകൾ കെട്ടുകയാണ്. അവർക്ക് വേണ്ടി ഫാൻ ഗ്രൂപ്പുകളായി പരസ്പരം പോരടിക്കുകയാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്, സഹോദരങ്ങളെ സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മത്ത് അഫഹസിബതും
അന്നമാ ഖലഖനാകും അബസ, വൃഥാ സൃഷ്ടിച്ചതാണ് എന്ന്, ഒരു ഉപകാരവുമില്ലാതെ വെറുതെ കളിച്ചു ചിരിച്ച് രസിക്കാൻ ഉല്ലസിക്കാൻ വേണ്ടി ആണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, നമ്മുടെ സമയങ്ങൾ നാം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളത്, നമ്മുടെ ആരോഗ്യം നാം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത്. ഇഹത്തിലും പരത്തിലും, ഒന്നെങ്കിൽ ദുനിയാവിൽ ഉപകാരമാണ്, കച്ചവടങ്ങൾ സമ്പാദിക്കാം, എന്തെങ്കിലും ഉപകാരം, ഇല്ലെങ്കിൽ ആഖിറത്തിൽ ഉപകാരമാണ്. അത്തരത്തിലുള്ള ആവണം ഒരു വിശ്വാസിയുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.